ഹലോ ഗായ്സ്, ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞു. മുക്കുറ്റിക്കുറി തൊടാൻ വേണ്ടി മുക്കുറ്റിയുടെ ഇല പൊട്ടിച്ചപ്പോൾ കടയുടക്കനെ അവിടെ പോകുന്നു. അങ്ങനെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി കയ്യിലിട്ട് ഞെരടിക്കൊണ്ട് തന്നെ കുറി ഉണ്ടാക്കി അത് തൊട്ടു. പിന്നെ ഭക്തിഗാനങ്ങൾ വെച്ചോണ്ടാണ് പണികൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയും തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളി ചമ്മന്തിക്ക് ഇതൊക്കെ അവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അരച്ചെടുക്കുക വേണ്ടോ. അപ്പോൾ ദോശ പരത്തിൽ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് ചൂടാറിയിട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി. അരക്കലും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു, അത് വെന്തുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് വേണം. ഇപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പോൾ ഞാൻ കഞ്ഞിക്കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. കർക്കിടക കഞ്ഞിയുടെ കൂട്ട് മേടിച്ചോണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെയിലത്തിട്ട് ചൂടാക്കണം. അതിൽ ചുക്കും ഉണക്കമുളകും ഇതൊക്കെ ഉള്ള കാരണം പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് പൊടിഞ്ഞെടുക്കില്ല വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി. ഇന്ന് വെയിലുണ്ട്, 2 ദിവസമായിട്ട് മഴയായിരുന്നു. ഇന്ന് വെയിലുള്ള കാരണം അങ്ങനെ ചൂടാക്കാൻ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഒന്ന് അടിച്ചോരി തുടയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടയ്ക്കലൊക്കെ ഒരുവിധം കഴിയാറായി. അപ്പോൾ തുടയ്ക്കൽ കഴിഞ്ഞിട്ട് വേണം. ഇനി മരുന്ന് അത്രയും സമയം കൊണ്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടായി നല്ല ആ ഭാഗത്ത് വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അത് 2 ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ചുക്കൊക്കെ ഉള്ള കാരണം മഞ്ഞളും ഉണക്കമുളകൊക്കെ ഉള്ള കാരണം പൊടിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് 2 ട്രിപ്പായിട്ടിട്ട് പൊടിച്ചെടുക്കണം. നല്ല പൊടിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഇങ്ങനെ തരിതരിയൊക്കെ എടുക്കുമ്പോൾ കഞ്ഞിക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല കുറേശ്ശെ ഇട്ടിട്ട് നല്ല പൊടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ പൊടിച്ച് എടുക്കുകയാണ്. ഇതേപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇനിയിപ്പോൾ കഞ്ഞി വയ്ക്കുമ്പോൾ ഒന്ന് അരയ്ക്കും, കുറച്ചൊരു തരി നാളികേരമിട്ട് അരച്ചെടുക്കും. അപ്പോൾ അത് നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി പാത്രത്തിലിട്ട് വയ്ക്കുകയാണ്. പിന്നെ കർക്കിടക മാസമായി ഞങ്ങൾ 7 ദിവസം അങ്ങനെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പൊടി മേടിക്കില്ല, പൊടിയിലെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഐറ്റങ്ങളും അതിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേടിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ എടുത്തിട്ട് കഞ്ഞി വയ്ക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പാത്രത്തിലിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ ഞവരരി മേടിച്ചിട്ടുണ്ട്, അതിൽ കഞ്ഞി വയ്ക്കുക. അപ്പോൾ ആ അരി മേടിച്ചിട്ടുണ്ട്, ഇതാണ് ഞവരരി. ഇതിലിട്ടിട്ടാണ് നമ്മൾ കഞ്ഞി വയ്ക്കാറ്. അപ്പോൾ അതും റെഡിയാക്കി. ഇന്ന് പിന്നെ കറി വെക്കാൻ നോക്കുകയാണ്. പടവലങ്ങയാണ് വറുത്തരച്ച് വെക്കുന്നത് ഇന്നത്തെ കറി. അപ്പോൾ അതൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, തക്കാളി സവാള ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം വറുക്കാൻ നോക്കണ്ട. ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നാളികേരത്തിൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടാണ് വാട്ടുന്നത്. അപ്പോൾ നന്നായി അങ്ങനെ വറുത്തെടുക്കണം. അങ്ങനെ ഈ കളറായി കിട്ടണം. അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ നന്നായി ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടാക്കി എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ പരത്തി വെക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു പാത്രത്തിലേക്ക് നാളികേരം വറുത്തത് ഇട്ടൊന്ന് പരത്തിയിട്ടൊന്ന് ചൂടാറി കിട്ടുമല്ലോ. അപ്പോഴേക്കും ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം പടവലങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായി നമ്മൾ തിരുമ്പി വെക്കണം. അത് കഴിഞ്ഞാൽ തക്കാളി നന്നായി വാടിക്കഴിഞ്ഞാൽ ഈ തിരുമ്പി വെച്ച പടവലങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിക്കണ്ട. വെള്ളം അതിൽ നമുക്കിങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ ഊർന്ന് വരും വെള്ളം തന്നെ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ അതങ്ങനെ നല്ല ഇളക്കി മിക്സാക്കി വെക്കുക. അപ്പോഴേക്കും നാളികേരം ഒന്ന് ചൂടാറി കിട്ടി. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. പടവലങ്ങ വെന്ത് കഴിഞ്ഞാൽ പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ അത് പുളി പിഴിഞ്ഞൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ നാളികേരം അരച്ചത് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. പടവലങ്ങ വറുത്തരച്ച കറി അങ്ങനെ റെഡിയായി. അപ്പോഴേക്കും അത് അവിടെ ഇരുന്നിട്ട് വേവുമ്പോഴേക്കും കുറേ പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുക. അപ്പോഴേക്കും അതൊന്ന് തിളച്ച് റെഡി ആവട്ടെ എന്ന് വെച്ചിട്ട് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇതാ കറി അവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരുന്നു. ഞാൻ കടുക് പൊട്ടിക്കുക വേണ്ടോ. അപ്പോൾ അത് കടുക് പൊട്ടിക്കലോടും കഴിഞ്ഞാൽ കറി റെഡിയായി. അങ്ങനെ കറിയുടെ കടുക് പൊട്ടിക്കലും കഴിഞ്ഞു. പിന്നെ അലക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അലക്കാൻ പോയി. അവിടെ ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് പിന്നെ സുഖമായിട്ട് അലക്കാം. അല്ലെങ്കിൽ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇന്ന് പിന്നെ കുഴപ്പമില്ല, വെയിലുണ്ട്. അപ്പോൾ അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താ? ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ അവിടെ സ്പെഷ്യലൊക്കെ? പണികളൊക്കെ എല്ലാവരും കഴിഞ്ഞ് കാണില്ലേ? അപ്പോൾ ഞങ്ങൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉരി പിഴിയാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തോരയിടണം. പിന്നെ തോരയിടൽ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കുറച്ച് പണികളൊക്കെ കൊണ്ട് കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. അവിടെ എന്താ വിശേഷങ്ങൾ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു, തുണി തോരിയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.